അന്യോന്യം എന്ത് ചെയ്യണം? അവയവങ്ങൾ കരുതുക. हिंदी में पढ़ो, उसका 25 का जिधर पढ़ा उसके आगे। परंतु अंग एक दूसरे की बराबर चिंता करे। अंग एक दूसरे का बराबर चिंता करे. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം തന്നെ നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ നടന്നു പോകുന്നു, പെട്ടെന്ന് മഴ ചാറും, മഴ പെയ്യുന്നു, അറിയാതെ തന്നെ കൈ എവിടെ വരും? തലയിൽ വരത്തില്ലേ? അറിയാതെ തന്നെ കൈയാ വരുന്നത്. എന്തുകൊണ്ടാണ് കൈ വരുന്നത്? കൈക്ക് പറയാം ഞാൻ വെള്ളം കൊണ്ട് കഴുകുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വെള്ളം കൊണ്ട് പ്രശ്നമൊന്നും വരികയില്ല. തലയ്ക്കാണെങ്കിൽ അത്രയും വെള്ളം വന്നാൽ പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ കൈ തന്നെ തലയെ എന്ത് ചെയ്യുക? അറിയാതെ വരുന്നു. അതാണ് ക്രിസ്തുവിൽ ഏക ശരീരമായിരിക്കുന്നതിൻ്റെ ആ മഹാത്മ്യം. അറിയാതെ തന്നെ തല വിളിച്ച് പറയുന്നില്ല. ഒരു തുള്ളി വീഴുമ്പോഴത്തേക്ക് അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു? അതുപോലെ കണ്ണിൽ ഒരു ഏതെങ്കിലും ഈച്ച വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ കൈ എവിടെ വരും? ഇത് ചെയ്യും. കാലയിൽ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ കാല് പറയേണ്ട കൊതുക് കടിക്കുന്നു മനസ്സിലാകുമ്പോൾ തന്നെ കൈ തന്നെത്താനേ വരും. അതാണ് വാസ്തവത്തിൽ ഒരംഗം മറ്റൊരംഗത്തെ കരുതുക എന്ന് പറയുന്നത്. ആദിമ നൂറ്റാണ്ടിലുള്ളവർ, പ്രിയപ്പെട്ടവർ, വസ്തുക്കളെല്ലാം വിറ്റത് എന്തുകൊണ്ടാണെന്നറിയാമോ? മറ്റുള്ളവരെ കരുതിക്കൊണ്ടായിരുന്നു. ഇന്നങ്ങനെ വസ്തുവൊക്കെ വിറ്റുകൊണ്ടിട്ട് കൊണ്ട് നിന്നൊരു 10 കോടി ഇവിടെ വെച്ചാൽ എല്ലാവരും കൂടെ പിടിച്ചു വലിച്ചുകൊണ്ടങ്ങ് പോകും. ഓരോരുത്തർ കിട്ടുന്നത്ര എടുത്തോണ്ടങ്ങ് പോകും. അന്ന് 10 കോടി കൊണ്ട് വെച്ചാലും നോക്കിക്കും, മത്തായിച്ചനെടുത്തോട്ടെ, മറിയാമ്മ എടുത്തോട്ടെ, യോനാച്ചനെടുത്തോട്ടെ, എനിക്കുള്ളത് മതി. അങ്ങനെ. കാരണം എന്താണ്? മറ്റുള്ളവരെ അന്യോന്യം എന്ത് ചെയ്യുന്നവരായിരുന്നു? കരുതുന്നവരായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്നേഹം എന്ന് പറഞ്ഞ് ചിരിച്ചു കാണിച്ചാൽ ഒക്കുകയില്ല. അത് സ്നേഹമല്ല. അകത്ത് വൈരാഗ്യം ഉള്ളപ്പോഴും എന്ത് ചെയ്യാൻ കഴിയും? ചിരിച്ചു കാണിക്കാൻ. ഞാൻ ഓഫീസറായിരുന്നപ്പോൾ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ കൃഷ്ണമേനോൻ്റെ കൂടെ പലപ്പോഴൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ, അന്നേരം ഡിഫൻസ് മിനിസ്റ്ററാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഓഫീസറായിരിക്കും ചിലപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യാണ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റേഷനിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ട്. അവർ മാലയിടാനൊക്കെ വരും. അപ്പോൾ മാലയിടാൻ വരുന്നുണ്ടേ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാബിലിരുന്ന് പല സീരിയസ് ആയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഉടനെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെളിയിലോട്ട് വന്ന് ഇങ്ങനെ പല്ല് കാണിക്കും. അത് തന്നെ ഫോട്ടോയിൽ വരും. പിറ്റേ ദിവസം പത്രത്തിലെങ്ങനെ കൃഷ്ണമേനോൻ ചിരിക്കുന്നതായിട്ടാണ്. അന്നേരം അവർ കഴുത്തെ മാലയൊക്കെ ഇടും. അദ്ദേഹം 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കും. തൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ പലതാണെങ്കിലും മറ്റുള്ളവരെ ഒന്ന് ചിരിച്ച് കാണിച്ചെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. അതുപോലെ ഇന്നും ദൈവമക്കളും സഭാ ശുശ്രൂഷകന്മാരും സംഘടന നടത്തിപ്പുകാരും ഒക്കെ പുറമെ അകത്ത് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും കല്യാണത്തിനോ ഏതെങ്കിലും കൺവെൻഷനോ വന്നാ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞ ഒരു കാര്യം തീർന്നു കഴിഞ്ഞു. എവിടെയെങ്കിലും പരസ്യമായിട്ട് കണ്ട പ്രൈസ് ദി ലോർഡ് ഒന്ന് പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ, എന്നാൽ അകത്തെന്തായിരിക്കും? പല ഗൗരവേറിയ കാര്യങ്ങളായിരിക്കും അകത്തിരിക്കുന്നത്. അത് കരുതുന്ന കാര്യമല്ല. നമുക്ക് അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് യഥാർത്ഥ സ്നേഹത്തിലേക്ക് വരണം. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ആഴമായി പല വർഷങ്ങൾ പഠിക്കുകയും ഈ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നതിൻ്റെ ശേഷമാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഞാനും ശ്രമിക്കുകയാണെന്നല്ല, കൃപയാൽ, ദൈവത്തിൻ്റെ മഹാകൃപയാൽ. അതുകൊണ്ടാണ് എന്നെ എത്രയോ പേര് ഉപദ്രവിക്കുന്നവരോട് എനിക്ക് വെറുപ്പ് വരാതെ സ്നേഹമാണ് വർദ്ധിക്കുന്നത്. കർത്താവെ, അവരറിയാതെ ചെയ്തു പോയല്ലോ, അവരോട് ക്ഷമിക്കണമേ. അവരെ എനിക്കിപ്പോഴും കർത്താവ് പറഞ്ഞു, ഒരു വശത്തടിച്ചാൽ മറ്റേ വശം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരെ ഏതോ ദേഷ്യം കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അടിച്ചിട്ട് അവരുടെ ദേഷ്യം അങ്ങ് പോകട്ടെ.
ഒരു ചെവിക്കുറ്റിക്ക് ഒന്ന് അടിച്ചു, കർത്താവ് പറഞ്ഞ് മറ്റേതൊരു കാണിച്ചു വിടാം. ഒന്നുകൂടെ അടിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ അവൻ്റെ ദേഷ്യം എന്ത് ചെയ്യും? അവൻ കുറഞ്ഞു പോകും. ഞാൻ പ്രായോഗികമായി അനുഭവിച്ച കാര്യമായി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമാണ്. വസ്തുക്കൾ കൈവശമാക്കാൻ വരുമ്പോൾ അവർക്ക് ഒരടിയാ വേണമെങ്കിൽ 5 അടി വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹമാണ് വരുന്നത്. പ്രായോഗികത്തിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അനുഭവിക്കാത്ത കാര്യം ഞാൻ പ്രസംഗിക്കുകയില്ല. കാരണം ഞാൻ കർത്താവിനോട് പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്, കർത്താവെ, ഏത് വചനവും പ്രായോഗികമായി അനുഭവിച്ച ശേഷം മാത്രമേ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ. ആദ്യം അതിൻ്റെ രുചി ഞാൻ തന്നെ അറിയണം. അതിൻ്റെ ബലം എന്താണ്, അതിൻ്റെ രഹസ്യം എന്താണ്, അതിൻ്റെ ആഴമെന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ എന്ന് ഞാൻ കർത്താവിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ എനിക്കതിൻ്റെ ശരിയായി അതിൻ്റെ